ഹലോ ഡിയേഴ്സ്, പലരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഈ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിംഗം നല്ല രീതിയിൽ ഉദ്ധരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഏതാണ് ഈ അത്ഭുത ജ്യൂസ്? ഇതാണ് ബീട്രൂട്ട് ജ്യൂസ്. ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉദ്ധാരണം സംഭവിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശ്വസിക്കുന്നത്? നമുക്ക് നോക്കാം. ഉദ്ധാരണക്കുറവും ശീഘ്രസ്ഖലനമൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങളെന്താ? പാസ്റ്റ് ട്രോമകളൊക്കെ ഉണ്ടെങ്കിൽ, പണ്ട് ലൈംഗികപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളൊക്കെ അനുഭവിച്ചവരുണ്ടെങ്കിൽ, അതുപോലെ സ്ട്രെസ്സ്, ഡിപ്രഷനുള്ളവർ, BP, ഡയബറ്റിക്, ക്രോണിക്കായിട്ട് മലബന്ധമുള്ളവർക്കൊക്കെ ഇങ്ങനെ വരും. അതായത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും കൂടി ചേർന്നാൽ മാത്രമേ നല്ലൊരു ഉദാഹരണത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ, മാൻഷുവറിൻ്റെ പ്രൊലോങ് സപ്ലിമെൻറ്റ്. ഇതിന് വേണ്ടി മാത്രമായിട്ട് നിർമ്മിച്ചതാണ്. പെട്ടെന്ന് ശുക്ലം പോകുന്നവർക്ക് അതില്ലാതാക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. കുറേ നേരമൊക്കെ ലൈംഗികത ആസ്വദിക്കാനും സഹായിക്കുന്നുണ്ട്. ഇതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ ഹോണി ഗോഡ് വീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചൈനീസ് ഹെർബ് ഉണ്ട്. സ്റ്റാമിനയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എനർജിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും മസിൽ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ പറ്റും, സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ പറ്റും, ഡിപ്രഷനൊക്കെ കുറയ്ക്കാൻ പറ്റും സഹായിക്കും. അതുപോലെ കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സ്ട്രെസ് കുറയ്ക്കാനും എനർജി കൂട്ടാൻ വേണ്ടിയിട്ടും ജിൻസെങ് ഉണ്ട്. താൽമയ്ക്കാന നിങ്ങളുടെ ശുക്ലത്തിൻ്റെ കട്ടിയും ക്വാളിറ്റി ഒക്കെ കൂട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കാൻ ആഗ്രഹമെങ്കിലും മാൻഷുവർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറുടെ സേവനം സൗജന്യമായിട്ട് തരുന്നുണ്ട്. അതിന് താഴെ ലിങ്ക് കൊടുത്തേക്കാം. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ഇനി നമ്മുടെ ബീട്രൂട്ട് ജ്യൂസിലോട്ട് വരാം. സയൻറ്റിഫിക് ആയിട്ടുള്ള വലിയൊരു സ്ട്രോങ് എവിഡൻസ് ഒന്നും ഇല്ലെങ്കിലും ഒരുപാട് പേര് വിശ്വസിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് ജ്യൂസ് ഡെയിലി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധാരണം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു, കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാൻ സഹായിക്കുമെന്ന്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വിശ്വസിക്കുന്നത്? നോക്കാം. ഒന്നാമത്തെ നൈട്രിക് ഓക്സൈഡ് തന്നെയാണ്. ബീട്രൂട്ട് ജ്യൂസ് നിങ്ങളുടെ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കൂട്ടുന്നത്. ഇതാണല്ലോ നന്നായിട്ട് ബ്ലഡ് ഫ്ലോയ്ക്കൊക്കെ സഹായിക്കുന്നത്. ലിംഗത്തിലേക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ റിസർച്ചിൽ കണ്ടെത്തിയാൽ നൈട്രേറ്റ്, അതായത് ബീട്രൂട്ടിലെ നൈട്രേറ്റ് നിങ്ങളുടെ BP മാനേജ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഹൈ BP ഉള്ളവർക്കൊന്നും ശരിയായ രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ ലിംഗത്തിലേക്ക് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ BP മാനേജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരിയായ രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ നിങ്ങളുടെ ലിംഗത്തിലേക്ക് സംഭവിക്കുന്നുണ്ട്. ബീട്രൂട്ടിലെ GMB നിങ്ങളുടെ ആർട്ടറീനെയൊക്കെ നല്ല റിലാക്സ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാകാനും സഹായിക്കുന്നു. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇഞ്ചിയോ അല്ലെങ്കിൽ ആപ്പിളൊക്കെ കൂട്ടിയിട്ടോ ഒക്കെ അടിച്ചിട്ട് കുടിച്ചാൽ മതിയാവും കേട്ടോ. ഇനി ആരൊക്കെ കുടിക്കാൻ പാടില്ല എന്നുണ്ട്? ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ബീട്രൂട്ട് ജ്യൂസ്, ഇതിൽ ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്. അത് വേഗം ശരീരത്തിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടി, സ്പൈക്ക് ആവാൻ വേണ്ടി കാരണമാകും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മറ്റ് ഭക്ഷണങ്ങൾ മാനേജ് ചെയ്തിട്ട് മൂത്രത്തിൽ കല്ലുള്ളവർക്ക് ഇതിങ്ങനെ ഡെയിലി കുടിക്കുന്നത് നല്ലതല്ല. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫോളേറ്റ്, മാംഗനീസ്, പൊട്ടാസ്യം, കോപ്പറൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഹെൽത്തിന് ഒരുപാട് ഗുണമുള്ളതാണ് ഈ ജ്യൂസ്. അതുമാത്രമല്ല നിങ്ങൾക്ക് നന്നായിട്ട് ഉദ്ധാരണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം കുടിച്ചുകൊണ്ടിരുന്നാൻ പറ്റില്ല. പറ്റി നന്നായിട്ടൊന്ന് മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗയോ മനസ്സിന് വേണ്ടിയിട്ട് അതിനൊരു, അതുപോലെ എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് മാനേജ് ചെയ്യുകയും വേണം. ഓക്കെ, thanks for watching my video. See you next time with a new topic. Bye bye. ഡയബറ്റിക് ആണ് എന്നാലും കുടിച്ചാലോ, ഞാൻ മധുരം ഇട്ടിട്ടില്ല കേട്ടോ.